ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒറട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട, നമ്മുടെ ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒറട്ടിയുടെ റെസിപ്പിയാണ്. ഒറട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂടുവെള്ളത്തിലൊന്നും കുഴച്ച് ബുദ്ധിമുട്ടാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒറട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ഡിന്നറിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഒറട്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. വെള്ളയരിയോ റോസരിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വെള്ളയരിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഇതൊന്ന് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ദാ ഇവിടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ദാ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിപ്പം ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരയ്ക്കുന്ന ചോറിനനുസരിച്ച് അരിപ്പൊടിയിൽ വ്യത്യാസം വരും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ്. നമുക്ക് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇത് കുഴച്ചെടുത്തപ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയുടെയും കൂടെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 2 കപ്പ് ചോറ് അരച്ചെടുത്തതിലേക്ക് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചോറിൽ വെള്ളം ചേർത്ത് അരയ്ക്കുന്ന അളവിനനുസരിച്ച് അരിപ്പൊടിയിൽ വ്യത്യാസം വരും. ഇപ്പം ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസാക്കി ഇത് ഉരുട്ടിയെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു 9 ബോൾസാക്കിയാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ പ്രസ്സിലൊന്നുമല്ല പരത്തുന്നത്. ഇതേപോലൊരു പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പരത്തുമ്പോഴത്തേക്ക് വെള്ളമോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് ഒരു ഉരുള എടുത്തിട്ട് ഇതേപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ കല്ലിലിട്ട് ചെറിയ തീയിലിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ഒറട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറട്ടിയാണ് നമുക്ക് കിട്ടിയത്.
അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കി വരുമ്പം ഇതേപോലെ ഉരട്ടി ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉരട്ടിയുടെ റെസിപ്പിയാണ്. നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ച് ബുദ്ധിമുട്ടാതെ കൈയൊന്നും പൊള്ളാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉരട്ടിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.